Hello, welcome to this presentation. I am Vibula, കുഴൽമന്ദം ഗവൺമെൻറ് ITയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് വിത്ത് 3 ടെർമിനൽസ്: കളക്ടർ, എമിറ്റർ, ബേസ്. 2 PN ജംഗ്ഷൻ ഡയോഡ്സിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുക. അപ്പോൾ 2 ഡയോഡ്സ് വരുകൊണ്ട് തന്നെ ഒരു ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷനും അതുപോലെ തന്നെ 3 ടെർമിനൽസും ഉണ്ട്. ഇത് ഓർത്ത് വയ്ക്കുക. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 ടെർമിനൽസ് അതുപോലെ തന്നെ 2 ജംഗ്ഷൻസും. ഈ ചില ട്രാൻസിസ്റ്റേഴ്സ് 4 ടെർമിനലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ബേസ്, കളക്ടർ, എമിറ്റർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഷീൽഡ് ഓർ എർത്ത്. അപ്പോൾ 4ാമത്തെ ടെർമിനലിൽ വിളിക്കുന്ന പേരാണ് ഷീൽഡ് അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സാണ് മെയിനായിട്ട് ഉണ്ടാവുക: NPN ട്രാൻസിസ്റ്റർ അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റേഴ്സ്. ഇപ്പോൾ 2 PN ജംഗ്ഷൻ ഡയോഡ്സിനെ ബാക്ക് ടു ബാക്ക് വെച്ചതാണ് നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഡയോഡ്സിനെ വയ്ക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാം: NPN ട്രാൻസിസ്റ്റർ അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റേഴ്സും. ആ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ 2 N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഇടയിൽ വെച്ചതാണ് ഒരു NPN ട്രാൻസിസ്റ്റർ. PNP ആകുമ്പോൾ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ 2 P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ വെച്ചതാണ് ഒരു PNP ട്രാൻസിസ്റ്റർ. ഇനി ഈ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ നോക്കുക. ഫിഗർ 1ൽ 3 ടെർമിനലുണ്ട്. എമിറ്റർ ടെർമിനലിൽ ഓരോ ആരോ ഉണ്ട്. NPN ആയിക്കോട്ടെ PNP ആയിക്കോട്ടെ. ഇനി NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്ററിൻ്റെ പുറത്തേക്കായിരിക്കും, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ പുറത്തേക്കായിരിക്കും ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുക. PNP ആണെങ്കിൽ ആരോ ഉള്ളത് അപ്പോൾ ഉള്ളിലേക്ക് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ എമിറ്ററിലുള്ള ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൽ NPN ട്രാൻസിസ്റ്ററിലെ ആരോ പുറത്തേക്കാണ്. അതിനർത്ഥം കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ബേസ് ടു എമിറ്ററാണ് അതിൻ്റെ കറണ്ട് ഫ്ലോ ഉള്ളത്. PNP ട്രാൻസിസ്റ്ററിൽ ആരോ ഉള്ളത് ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് മീൻസ് അകത്തേക്കാണ് അതിൻ്റെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എമിറ്ററിന് ബേസിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഇനി നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ട് എപ്പോഴും നമ്മൾ 2 ടെർമിനൽസിലേക്കായിരിക്കും അക്രോസ് ആയിരിക്കും കൊടുക്കുക. അതുപോലെ നമ്മൾ ഔട്ട് എടുക്കുന്നത് എപ്പോഴും 2 ടെർമിനലിൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആവും. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെർമിനലിനെ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് കൊടുക്കും. ഈ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുക, കോൺഫിഗറേഷൻ എന്ന് പറയുക. അപ്പോൾ 3 ടെർമിനലിനെ ഒരു ടെർമിനലിൽ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ അത്തരം കോൺഫിഗറേഷൻ നമുക്ക് ട്രാൻസിസ്റ്ററിൽ 3 ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ നമുക്ക് അവൈലബിൾ ആണ്: കോമൺ ബേസ്, കോമൺ കളക്ടർ ആൻഡ് കോമൺ എമിറ്റർ. അങ്ങനെ 3 കോൺഫിഗറേഷനാണുള്ളത്. ഇനി ഫസ്റ്റ് വണ്ണ് നോക്കാം: കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമുക്ക് ആ പേരിലുണ്ട് കോമൺ എമിറ്റർ, അതായത് എമിറ്റർ ടെർമിനൽ. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് എമിറ്റർ ടെർമിനൽ നമ്മൾ ഇൻപുട്ടിനും അതുപോലെ ഔട്ട്പുട്ടിനും കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസ് എമിറ്റർ 2 ടെർമിനൽസിന് അക്രോസ് ആയിട്ടായിരിക്കും. നമ്മൾ ഔട്ട് എടുക്കുന്നത് കളക്ടർ ആൻഡ് എമിറ്റർ. ഈ ഒരു 2 ടെർമിനൽസിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക. ഇനി നമ്മൾ 3 കോൺഫിഗറേഷൻസ് പറഞ്ഞു: കോമൺ കളക്ടർ, കോമൺ ബേസ് ആൻഡ് കോമൺ എമിറ്റർ. ഈ 3 കോൺഫിഗറേഷനിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതായത് ആംപ്ലിഫിക്കേഷനൊക്കെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ എമിറ്ററാണ്. ഈ ഒരു കോമൺ എമിറ്ററാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷന് ഹൈ കറണ്ട് ഗെയിനാണ്, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഗെയിനാണ്. ഈ ഒരു റീസൺ കാരണമാണ് നമ്മൾ കോമൺ എമിറ്റർ നമ്മൾ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വീക്ക് സിഗ്നലിനെ ഒരു ലാർജ് അതിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളൊരു ലാർജ് സിഗ്നലാക്കി മാറ്റുക. ഒരു വീക്ക് സിഗ്നലിനെ ഒരു ലാർജ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഹയർ സിഗ്നലാക്കി മാറ്റുന്നതിന് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ മൈക്കിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉച്ചത്തിൽ കേൾക്കുന്നത്, ഇവിടെ ഒരു ആംപ്ലിഫയർ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു സംസാരിക്കുന്നത് കുറച്ചും കൂടി ലൗഡായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ഇൻപുട്ട് സിഗ്നലുമായിട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തതിൽ നിന്ന് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഔട്ടിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രി അപ്പാർട്ടായിട്ടാവും നമുക്ക് കിട്ടുക.
രണ്ടും ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറയുന്നത് ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുക, നമ്മൾ 3 ടെർമിനൽ പറഞ്ഞു, കളക്ടർ, എമിറ്റർ, ബേസ്. ഈ 3 ടെർമിനൽ കൂടെ എന്തുണ്ടാവും? കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടിൻ്റെയും അതുപോലെ തന്നെ ബേസ് കറണ്ടിൻ്റെയും സം ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. IE ഈക്വൽ ടു IC പ്ലസ് IB. ഇത് നമുക്ക് കിട്ടുക കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ടാണ്. കിർച്ചോഫ് കറണ്ട് ലോ എന്തായിരുന്നു? ഒരു നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഈക്വൽ ടു അതിന് ലീവ് ചെയ്യുന്ന കറണ്ട്. ഒരു നോഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് IE ഈക്വൽ ടു IC പ്ലസ് IB എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇനി കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇപ്പോൾ ഇവിടെ ഹൈ കറണ്ട് ഗെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് ഗെയിൻ ബീറ്റയാണ്. നമ്മൾ കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബീറ്റയാണ്. അപ്പോൾ ബീറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ടർ കറണ്ടാണ്. IC ഇൻപുട്ടിലുള്ള കറണ്ട് പറഞ്ഞാൽ IB. അപ്പോൾ ബീറ്റ ഈക്വൽ ടു IC ബൈ IB. നെക്സ്റ്റ് ആണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ കോമൺ ആയിട്ടുള്ളത്, അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കൂടിയും കോമൺ ആയിട്ടുള്ളത് നമ്മളെ കളക്ടർ ടെർമിനൽ. അപ്പോൾ ഫിഗർ നോക്കുക, കളക്ടർ ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. ഈ ഒരു കോൺഫിഗറേഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് എമിറ്റർ ഫോളോവർ. ഇത് അധികം എക്സാമിനൊക്കെ ചോദിക്കാനുള്ളൊരു കാരണമാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചത് എമിറ്റർ ഫോളോവർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്തല്ല, കോമൺ എമിറ്റർ അല്ല. കോമൺ കളക്ടർ കോൺഫിഗറേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കാനുള്ള റീസൺ, ഇതിൻ്റെ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസ് വോൾട്ടേജിനെ ഫോളോ ചെയ്യും. The emitter voltage follows the base voltage, so it is called emitter follower. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബഫറായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസുമാണ്. അപ്പോൾ നമുക്ക് ഒരു 2 സർക്യൂട്ട്സ് അല്ലെങ്കിൽ വേറെ രണ്ട് സർക്യൂട്ട്സ്, അല്ലെങ്കിൽ ആദ്യത്തെ സർക്യൂട്ടിന് രണ്ടാമത്തെ സർക്യൂട്ടിന് ഇമ്പിഡൻസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് മാച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ 2 സർക്യൂട്ടിൻ്റെയും മിഡിലായിട്ട് നമുക്ക് വേറൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് ആഡ് ചെയ്യേണ്ടി വരും ഇമ്പിഡൻസ് മാച്ചിങ്ങിന്. അപ്പോൾ അത്തരം ഇമ്പിഡൻസ് മാച്ചിങ്ങിന് നമുക്ക് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യാം. ഇമ്പിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. അത് കാരണം അതിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസുമാണ്. ഇവിടെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഇൻ ഫേസ് ആണ്. നമ്മൾ ഏതാണോ ഇൻ ഫേസ്, നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത അതേ സിഗ്നലിൻ്റെ അതേ ഫേസിലായിരിക്കും നമുക്ക് ഔട്ടിലും സിഗ്നൽ കിട്ടുക. നെക്സ്റ്റ് ആണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ബേസ് ആയിരിക്കും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടുണ്ടാവുക. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻലി യൂസ്ഡ് ഇൻ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അതായത് നമ്മൾ മൈക്രോഫോൺസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. മൈക്രോഫോണിൽ, അതായത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷനാണ് ഒരു മൈക്രോഫോണിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബേസ് ആംപ്ലിഫയർ ആണ്. ബിക്കോസ് ഓഫ് ദർ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്. കോമൺ ബേസ് കോൺഫിഗറേഷന് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഉള്ളത് കാരണമാണ് നമ്മൾ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആയിട്ടുള്ള മൈക്രോഫോൺസിലൊക്കെ നമ്മൾ കോമൺ ബേസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത്, ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് എമിറ്റർ ടെർമിനലിലേക്കാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഈ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ബേസ് കറണ്ടിനേക്കാളും ഹയർ വാല്യൂ ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് കറണ്ട് ആയിട്ടുള്ള എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടിനേക്കാളും ഹയർ ആയിരിക്കും. അപ്പോൾ കളക്ടർ കറണ്ടാണ് ഈ ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ദെർഫോർ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിലുള്ള എമിറ്റർ കറണ്ടിനേക്കാളും കുറവായിരിക്കും കളക്ടർ കറണ്ട്. ഇതിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്, കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ഓർ ലെസ് ദാൻ യൂണിറ്റിയാണ്. യൂണിറ്റിനേക്കാട്ടിലും കുറവാണ്, അതായത് 1നേക്കാട്ടിലും കുറവായിരിക്കും ഇതിൻ്റെ കറണ്ട് ഗെയിൻ ഉണ്ടാവുക. പിന്നെ കറണ്ട് ഗെയിൻ കാണാനുള്ള ഇക്വേഷനാണ് ആൽഫ ഈക്വൽ ടു IC ബൈ IE. നമ്മൾ ഔട്ടിലുള്ള കറണ്ട് പറയുന്നത് IC ആണ്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കറണ്ട് പറയുന്നത് IE ആണ്. ഇവിടെ മുന്നത്തെ പോലെ തന്നെ കോമൺ കളക്ടറിൻ്റെ പോലെ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആർ ഇൻ ഫേസ് ആണ്.
ഈ ഒരു ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഹൈ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനാണ് ലെസ് ദാൻ യൂണിറ്റ്, ഹയർ വോൾട്ടേജ് ഗെയിനാണ്. അപ്പോൾ അത്രയും ഹയർ വോൾട്ടേജ് ഗെയിനുള്ളൊരു കോൺഫിഗറേഷനിലുള്ള ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് നമ്മൾ ഔട്ട്പുട്ടിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും അത്രയും ഹയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ ഗെയിൻ വോൾട്ടേജ് നമുക്ക് ഹൈ വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അത്രയും ആ ഒരു കോൺഫിഗറേഷനിലുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി എന്തൊക്കെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. നമ്മൾ മുന്നേ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ട്രാൻസിസ്റ്റർ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യും. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് സിഗ്നലിനെ ലാർജ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ലാർജ് സിഗ്നലാക്കി മാറ്റണേനാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുക ഓഡിയോ, റേഡിയോ, ടെലിവിഷൻ ഈ ഒരു ഡിവൈസസിലൊക്കെ നമ്മൾ പവർ ബൂസ്റ്റ് ചെയ്യാൻ, അത് സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സിനെയാണ്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് ഹൈ സ്പീഡിൽ നമുക്കിതിൻ്റെ സ്വിച്ചിങ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. ഓൺ ആൻഡ് ഓഫ് ഒരു സ്വിച്ച് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഹൈ സ്പീഡിൽ നമുക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും പറഞ്ഞു. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ചായിട്ട് യൂസ് ചെയ്യാമെങ്കിലും നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്ററാണ്. അതായത് PNPനെ അപേക്ഷിച്ചിട്ട് NPN ട്രാൻസിസ്റ്ററിന് സ്വിച്ചിങ് സ്പീഡ് ഹയറാണ്. അപ്പോൾ നമുക്കൊരു സാധനം സ്വിച്ചിങ് സ്പീഡായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ IC ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സിലൊക്കെ IC വരുന്നതിന് മുന്നേ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്തിരുന്നത് കമ്പ്യൂട്ടറിലൊക്കെ. അപ്പോൾ നമുക്ക് സ്വിച്ചിങ് സ്പീഡ് PNPനെ അപേക്ഷിച്ചിട്ട് NPNനാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യപ്പോൾ നോക്കുക, PNPനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ NPN ട്രാൻസിസ്റ്റേഴ്സിന് സ്വിച്ചിങ് സ്പീഡ് ഹയറാണ്. ഇനി മൂന്നാമത് നമുക്ക് ട്രാൻസിസ്റ്റർ ഒരു സെൻസറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സിഗ്നലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ സെൻസിങ് ദി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അല്ലെങ്കിൽ ലൈറ്റിനെ സെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ലേസർ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ സെൻഡ്, ലേസർ ബീംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സാണ്. നെക്സ്റ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആണ്. നമ്മൾ എന്തിനാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവ് യൂസ് ചെയ്യുന്നത്? ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ രണ്ട് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഒരു VBB ആൻഡ് VCC. VBB ആൻഡ് VCC ആർ ദി ബയാസിങ് വോൾട്ടേജ്. ബയാസിങ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ടെർമിനൽസിലേക്ക് അതിനെ ഫോർവേഡ് ബയാസ് ചെയ്യാനായിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ ബയാസിങ് വോൾട്ടേജ് പറയുന്നത്. അപ്പോൾ അവിടെ VBB എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിനെ ബയാസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വോൾട്ടേജും VCC എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജുമാണ്. ഇനി ഈ സർക്യൂട്ടിൽ VBE എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും IB എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് കറൻറ്റുമാണ്. ആൻഡ് ഔട്ട്പുട്ട് സെക്ഷനിൽ VCE ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുപോലെ തന്നെ IC ആണ് അതിൻ്റെ ഔട്ട്പുട്ട് കറൻറ്റ്. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് തന്നെ നമ്മൾ എന്ത് പറയും, ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. കാരണം ഇവിടെ നമ്മളെടുത്ത് നോക്കേണ്ട, നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ ബേസിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയും. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത് ഇൻപുട്ട് വോൾട്ടേജ് VBE ആണ്. അതിൻ്റെ Y ആക്സിസിൽ എടുത്തിട്ടുള്ളത് ഇൻപുട്ട് കറൻറ്റ് IB ആണ്. ഇനി ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് VCE ആണ് ഗ്രാഫിലുള്ളത്. ഇതൊരു സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എങ്ങനെയാണ് നമുക്കിതൊരു സിലിക്കൺ ആണോ അല്ലെങ്കിൽ ഒരു ജെർമേനിയം ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? നമ്മൾ ഡയോഡിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ളതാണ്. ഡയോഡ് എപ്പോൾ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ, ആഫ്റ്റർ ദി ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ സിലിക്കൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ജെർമേനിയം യൂസ് ചെയ്തിട്ടും ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുക. സിലിക്കൺ ആണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.6 ആണ്. അതുപോലെ തന്നെ ജെർമേനിയം ആണെങ്കിൽ അത് 0.3 ആണ്. അപ്പോൾ അത് ഗ്രാഫിൽ നോക്കുക, ഗ്രാഫിൽ കണ്ടക്ഷൻ നോക്കുക.
ബേസ് കറണ്ട് എന്ന് പറയുന്നത് ആഫ്റ്റർ ഒരു VB ഒരു 0.6 ആകുമ്പോൾ മാത്രമേ ഇതുള്ളൂ എന്ത് ചെയ്യുന്നത് ബേസ് കറണ്ട് ഹയർ വാല്യൂസിന് പോകുള്ളൂ. അതുവരെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ട് മാത്രമേ നമുക്ക് ബേസ് കറണ്ട് കിട്ടുന്നുള്ളൂ. VBE 0.2 0.4 ആഫ്റ്റർ 0.6 ആണ് എന്ത് ചെയ്യുന്നത് ബേസ് കറണ്ട് ഇൻക്രീസ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ആ സമയത്ത് ഇതൊരു 0.3 എന്നാണ് ബേസ് കറണ്ട് ഹയർ വാല്യൂസിന് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, അതൊരു ജർമേനിയം ട്രാൻസിസ്റ്റർ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക, സിലിക്കൺ ആൻഡ് ജർമേനിയം. അപ്പോൾ നമ്മൾ ജർമനിയെ അപേക്ഷിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക സിലിക്കൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ജർമേനിയത്തെ അപേക്ഷിച്ച് നമ്മൾ സിലിക്കൺ എടുക്കാനുള്ള റീസൺ, ജർമേനിയത്തിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിസ്ട്രോയ് ആയി പോകും, അതായത് നാശമായി പോകും. ഹയർ ടെമ്പറേച്ചർ കൂടുമ്പോഴും അതിൻ്റെ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ അത് അത്യാവശ്യം എന്ത് ചെയ്യും, പെട്ടെന്നൊന്നത് ഡിസ്ട്രോയ് ആയി പോവില്ല. അപ്പം നമുക്കൊരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് കമ്പോണൻറ്റും കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്തായി പോകും, ചൂടാവാൻ തുടങ്ങും. അപ്പോൾ അത്രയും ഹീറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ അത് സിലിക്കണിനൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ജർമേനിയത്തെ അപേക്ഷിച്ച് ഹയർ ആണ്. എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പറഞ്ഞാൽ ഒരു ഡിവൈസിൻ്റെ റിവേഴ്സ് കണ്ടീഷനിൽ അതിൻ്റെ ഉണ്ടാകുന്ന മാക്സിമം വോൾട്ടേജിനാണ് എന്ത് പറയാം, PIV എന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പേരിലുണ്ട് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇപ്പോൾ റിവേഴ്സ് കണ്ടീഷനിൽ അതിൻ്റെ ഉണ്ടാകുന്ന മാക്സിമം വോൾട്ടേജാണ് PIV. അപ്പോൾ PIV സിലിക്കണിന് ജർമനിയത്തെ അപേക്ഷിച്ചിട്ട് ഹയറാണ്. ഈ ഒരു 2 റീസണാണ് നമ്മൾ സിലിക്കൺ ട്രാൻസിസ്റ്റർ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യണത്. ഇനി ഗ്രാഫ് നോക്കുക, ഒരു സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവാണ്. ഇവയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണത് എപ്പോഴും മാത്രമേ ഉള്ളൂ, ആഫ്റ്റർ ദി ത്രഷോൾഡ് വോൾട്ടേജ് 0.6. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രഷോൾഡ് വോൾട്ടേജ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇനി VCE ഹയർ വാല്യൂസ് ആകുന്തോറും അതിൻ്റെ ബേസ് കറണ്ട് എന്ന് പറയുന്നത് ലോവർ ആവുന്നുണ്ട്. ഇവിടെ നോക്കുക, VCE 0 വോൾട്ട് ആകുമ്പോൾ ഒരു 80 മൈക്രോ ആംപിയർ കറണ്ട് വരുന്നുണ്ട്. VCE 10 വോൾട്ട് ആകുമ്പോൾ അത് 70 ആയി. VCE 20 വോൾട്ട് ആകുമ്പോഴേക്കും അത് 60 ആയി. അതായത് ഹയർ VCEയിൽ ബേസ് കറണ്ട് ലോവർ ആകും. കളക്ടർ എമിറ്റർ വോൾട്ടേജ് കൂടുന്തോറും ഇതിൻ്റെ ബേസ് കറണ്ട് എന്ന് പറയുന്നത് ലോവർ ആവും. അപ്പോൾ ഈ ലോവർ ആവുന്ന ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ഏളി എഫക്റ്റ്. അപ്പോൾ ഹയർ VCEയിൽ ലോവർ ബേസ് കറണ്ട് ആയിരിക്കും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഏളി എഫക്റ്റ്. നെക്സ്റ്റ് ആണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ സർക്യൂട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഔട്ട്പുട്ട് കറണ്ട് വരുന്നത് ICയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCE ആണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവും ആഫ്റ്റർ എബോവ് ദി knee വോൾട്ടേജ് ആൻഡ് ബിലോ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മളെ കറണ്ട് എന്ന് പറയുന്നത്, കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. knee വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനും രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു റീജിയൻ, ആ ഒരു റീജിയണിൽ കളക്ടർ കറണ്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റീജിയനാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിന് മെയിനായിട്ട് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉള്ളത്: കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ കളക്ടർ കറണ്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് കട്ട് ഓഫ് റീജിയനിൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സാച്ചുറേഷൻ റീജിയനിൽ ഓൾമോസ്റ്റ് ഹയർ വാല്യൂ ആയിരിക്കും. ഈ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ തന്നെ നമ്മൾ സ്റ്റാറ്റിക് കളക്ടർ കർവ് അല്ലെങ്കിൽ കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിനെ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് കളക്ടർ കർവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ട്രാൻസിസ്റ്ററിന്: ആക്റ്റീവ്, കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ. അപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് നമുക്ക് ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യാം. ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ അതൊരു ആംപ്ലിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആ സമയത്ത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് കണ്ടക്ഷനാണ്. അതായത് ആ ട്രാൻസിസ്റ്റർ ഫുൾ കണ്ടക്ഷൻ ആവുന്ന കേസ് എന്ന് പറയുന്നത് അതിൻ്റെ സാച്ചുറേഷൻ റീജിയനിലാണ്. അപ്പോൾ ആ ടൈം അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ്
ആക്ട് ചെയ്യാം. കട്ട് ഓഫ് റീജിയണിൽ അതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട്, കാരണം നോ കണ്ടക്ഷനാണ്, അവിടെ ഒരു കണ്ടക്ഷനും കട്ട് ഓഫ് റീജിയണിൽ നമുക്കൊരു കളക്ടർ കറണ്ട് ഒന്നും കിട്ടുന്നില്ല, അതായത് കണ്ടക്ഷൻ ഒന്നും ഇല്ലാത്ത കേസാണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയണിൽ ഒരു ട്രാൻസിസ്റ്റർ അത് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഈ റീജിയണും ആ ഒരു റീജിയണിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു എന്തായിട്ടാണ് അത് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ആക്റ്റീവ് റീജിയണിൽ അത് ആംപ്ലിഫയർ ആയിട്ടും, സാച്ചുറേഷനിൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ച്, അതായത് ക്ലോസ്ഡ് സ്വിച്ച് പറഞ്ഞാൽ സ്വിച്ച് ഓൺ കണ്ടീഷനും, കട്ട് ഓഫ് റീജിയണിൽ അതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട്, അതായത് ഓഫ് സ്വിച്ച് ആയിട്ട്, സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനാണ് കട്ട് ഓഫിലുള്ളത്. ഡി സി ലോഡ് ലൈൻ. ഡി സി ലോഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി സി ലോഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ എവിടെയാണ്, അപ്പോൾ അത് ആക്റ്റീവ് റീജിയനിലായിരിക്കും അത് കുറച്ചും കൂടി, അതായത് കളക്ടർ കറണ്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഏത് റീജിയനിലാണ്, അല്ലെങ്കിൽ ഏത് റീജിയനിലാണ് കളക്ടർ കറണ്ട്, ഏത് റീജിയനിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡി സി ലോഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡി സി ലോഡ് ലൈൻ നോക്ക്, നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിലുള്ളത്. അപ്പോൾ ഡി സി ലോഡ് ലൈനെ ഫസ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കളക്ടർ എമിറ്റർ വോൾട്ടേജ് വി സിയുടെ വാല്യൂ 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. വി സിയുടെ വാല്യൂ 0 ആകുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റർ, അതായത് കളക്ടറിൻ്റെ റെസിസ്റ്റർ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയാസിങ് വോൾട്ടേജ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളക്ടർ കറണ്ടിനായിരിക്കും. അതായത് വി സിയുടെ വാല്യൂ നമ്മൾ 0 ആക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്ററിൻ്റെ വാല്യൂ ആർ സി എന്ന് പറയുന്നത്, കളക്ടർ റെസിസ്റ്റൻസ് ആർ സി ഈക്വൽ ടു വി സി സി ബൈ ഐ സി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അവിടെ ഉണ്ടാവുന്ന കളക്ടർ കറണ്ട് ഐ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സി. അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിൻ്റ്. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാം, നമ്മൾ വി സിയുടെ വാല്യൂ നമ്മൾ മാക്സിമം ആക്കുക. വി സി മാക്സിമം ആകുമ്പോൾ നമ്മളെ ബേസ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ വി സി ഇ ഈക്വൽ ടു എന്തായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്ത വി സി സിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ 2 പോയിൻ്റ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിൻ്റ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഡി സി ലോഡ് ലൈനും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവും കൂടിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മിഡിൽ പോയിൻ്റ്, ഇപ്പോൾ നമ്മളിവിടെ 3 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, പി ക്യൂ ആർ, ഇതൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോയിൻറ്റിനെയാണ് നമ്മൾ ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ക്വസൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ക്യൂ പോയിൻറ്റിലായിരിക്കും നമ്മളുടെ ട്രാൻസിസ്റ്റർ ഏറ്റവും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ക്യൂ പോയിൻ്റ് നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് പിയിലും ക്യൂലും ആറിലൊക്കെ നമ്മൾ ഡി സി ലോഡ് ലൈന് ക്യാരക്ടറിസ്റ്റിക്സ് കർവുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മിഡിൽ എടുക്കാനുള്ള റീസൺ, മിഡിൽ ക്യൂ പോയിൻ്റ് നമ്മൾ മിഡിൽ നോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസ്റ്റോഷൻലെസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആക്റ്റീവ് റീജിയനിൽ നമ്മളിത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ആ ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ ക്യൂ പോയിൻ്റ് എപ്പോഴും സെൻറ്ററിൽ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്റ്റോഷൻലെസ് ആയിട്ട് നമ്മൾ എന്താണോ സിഗ്നൽ കൊടുത്തത് അതേ ഷേപ്പിൽ നമുക്ക് ഔട്ടിലും കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ പിയിലോ അല്ലെങ്കിൽ ആറിലോ ആണ് നമ്മൾ ക്യൂ പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സിഗ്നലിന് ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതായത് നമ്മൾ കൊടുത്ത സിഗ്നലിൻ്റെ അതേ ഷേപ്പിലായിരിക്കില്ല, നമുക്ക് ചില പോർഷൻസ് നമുക്ക് മിസ്സിങ് ആവും. ഇനി നമ്മൾ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ക്യൂ പോയിൻ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിലെ കളക്ടർ കറണ്ടിനെയാണ്. ഐ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിൽ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളക്ടർ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളെ ക്യൂ പോയിൻറ്റിൻ്റെ പൊസിഷനും ചേഞ്ച് ആവും. എപ്പോഴും നമ്മൾ മറക്കാതെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, എപ്പോഴും നമ്മൾ ക്യൂ പോയിൻ്റ് എടുക്കേണ്ടത് ഡി സി ലോഡ് ലൈനും ക്യാരക്ടറിസ്റ്റിക്സ് കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മിഡിൽ പോയിൻ്റ് മാത്രമേ നമുക്ക് എടുക്കാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഡിസ്റ്റോർഷൻ ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ടിൽ കിട്ടുക. ഇതാണ് നമ്മൾ ഇത് മിഡിൽ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന സിഗ്നലാണ്, ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂ പോയിൻ്റ് നമ്മൾ എം അല്ലെങ്കിൽ എൻ എന്നുള്ള പോയിൻ്റൊക്കെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ചിലപ്പോൾ ഒരു പോർഷൻ, അതായത് ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ, ഇപ്പോൾ ഒരു സൈൻ വേവ് ആണ് ഇതുള്ളത്, അപ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഡിസ്റ്റോഷനായിട്ട് പോകും. അപ്പോൾ എപ്പോഴും ക്യൂ പോയിൻ്റ് മിഡിൽ എടുക്കുക. താങ്ക് യു.